നടക്കുക. കളി കണ്ട് കഴിഞ്ഞ് വരുന്ന വഴിയെ വണ്ടി കൊടുത്തിട്ട് നടക്കുക. തൊട്ടടുത്ത വീട് ബംഗാളികൾ നടന്നു വരണോണ്ടുണ്ട് 2 എണ്ണം. നടന്ന് വീട്ടിലോട്ട് പോവാ. ഇനി വീട്ടിലോട്ട് പോയിട്ട് അമ്മേനെ ഒന്ന് പ്രാങ്ക് ചെയ്യാം. വണ്ടി തട്ടിന്നോ പിടിച്ചുന്നോ അല്ലേ പറഞ്ഞു നോക്കിയിട്ട് അമ്മയുടെ റിയാക്ഷൻ എന്താണെന്നറിയാം അല്ലേ ഏട്ടാ. നമ്മുടെ വീട്ടിലേക്ക് ഇവനോട് ഞാൻ അപ്പോഴേ പറഞ്ഞത് അമ്മേ എന്നിട്ടുണ്ടായിന്ന് പറഞ്ഞു കൊടുക്കാൻ അങ്ങട്. എവിടെ പോയി തട്ടി അവരോട് ചോക്കി ഇപ്പൊ നടക്കണണ്ടില്ല. എന്നിട്ട് എനിക്കറിയില്ല. ഇനിയിപ്പൊ പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലണം. വണ്ടി നമ്മുടെ പോലത്തെ ഒരു വേറെ വണ്ടി ഉണ്ടായിരുന്നു. അപ്പൊ അവര് നമ്മുടെ സൈഡിൽ കൂടെ റൈറ്റ് അല്ലേ ലെഫ്റ്റ് എടുത്ത് പോവാ. അപ്പൊ അവരോ എന്നിട്ട് അതിന്റെ ഇടയിൽ കൂടെ ഇത് കൊടുക്കണം. അപ്പൊ അവര് ഓവർടേക്ക് ചെയ്തതാ. അങ്ങനെ 2 ടീമും കൂടെ നല്ല സ്പീഡായി. എന്നിട്ട് അപ്പുറത്ത് പോയി ഇടിച്ചു. വണ്ടി ഇപ്പൊ എവിടെ കിടക്കുന്നുണ്ട്. ഞങ്ങൾ അതെല്ലാം നടന്നു വരണേ. അവരോട് ചോദിക്കുന്നത് ഞാനാണ് ഓടിച്ചേ. അതിൽ ഓടിച്ചുകൊണ്ടിരാൻ പറ്റണില്ല. അതെല്ലാം അവിടെ ഇട്ടിട്ട് നടന്നു. അല്ലെങ്കിൽ ഞങ്ങൾക്ക് എന്ത് പ്രാന്തുണ്ട് നടന്നു വരാൻ. വണ്ടി എവിടെയാ? ഞാൻ ചെറുതായിട്ട് പാളിയാ. ചെറുതായിട്ട് പാളി. പക്ഷെ ഏറ്റുണ്ട്. അങ്ങനെ ലാൻഡും ടാപ്പിലും എല്ലാവരും വന്ന് ഞങ്ങള് ബീച്ചിലോട്ട് പോവാം. അപ്പൊ നമ്മളെങ്ങടെ പോകുന്നേ? ബീച്ച്. റെഡി? മാം ഇങ്ങോട്ട് നോക്കി നിക്കണോ? നമ്മളെങ്ങടെ പോകുന്നേ? ബീച്ചിക്ക് പോണ്ട യാത്രയില് 2 പേരും സെയിം ആണ്. അത് വേറെ കാര്യം. സകല സാമഗ്രികൾ എടുത്തിട്ടാണ് ഞങ്ങള് ബീച്ചിലോട്ട് പോകുന്നത്. ചേട്ടനാണ് ഇന്നത്തെ ഡ്രൈവർ. ഇതില് ഇപ്പൊ മേമയും അമ്മയും ഞാനും ചേട്ടനുള്ളൂ. പാപ്പനും ലാസും എബിയും ബാക്കില് ഓട്ടോറിക്ഷയില് വരും. നമ്മള് പോണ വഴിയില് നല്ല കോടയാന്ന് തോന്നുന്നുണ്ട് മലയുടെ മുകളില്. അങ്ങനെ നമ്മള് പീച്ചി ഡാമിന്റെ എൻട്രൻസ് ഉണ്ടോ. അങ്ങനെ നമ്മൾ പീച്ചി ഡാം എത്തി. അല്ല പേപ്പാ എത്തിക്കൊണ്ടിരിക്കുന്നു. ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് എടുത്തിട്ടാണ് എൻട്രി. ടിക്കറ്റൊക്കെ എടുത്തിട്ട് ഡാമിലേക്ക് പോവാണ് എല്ലാവരും. ഇതെന്താ ഫുള്ള് പച്ചമയാണോ? പച്ചയും ക്രീമും. പേപ്പർ മാത്രം നീല. വെള്ളം കുറവാട്ടാ. അത്രയും പ്രതീക്ഷ വന്നതാ ഞങ്ങള് ജൂലൈ ഒക്കെ അല്ല എന്ന് വിചാരിച്ചിട്ട്. ഇവിടെയും വെള്ളമില്ല. ഇവിടെയും വെള്ളമില്ല. ഡാമിലും വെള്ളമില്ല. എങ്ങനെയുണ്ട് പേപ്പ? വെള്ളം ഉണ്ടോ? നിറച്ച വെള്ളമായിരുന്നു. വെള്ളമില്ല. കോടയൊക്കെ ഉണ്ട് മുകളില് ആകാശത്ത്. പക്ഷെ വെള്ളം വന്ന് മാത്രല്ല. അമ്മേന്റെ അസുഖം. അമ്മ എത്ര നാളായി അമ്മ വന്നിട്ട്? ഇവിടേക്ക് വന്നിട്ടല്ലേ? ആ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടാ? അത് ശരി. അങ്ങനെ ഡാമൊക്കെ കണ്ടു. പക്ഷെ ഡാമില് വെള്ളമില്ലാന്നുള്ളൂ അല്ലേ? കുറവാ. അറിയണെങ്കിൽ അത് ശരിയാ. ആണെങ്കിൽ വലിയ എക്സ്പെക്ടേഷനിൽ വന്നതാട്ടാ 25 വർഷങ്ങൾക്ക് ശേഷം. പക്ഷെ പ്രത്യേകിച്ച് ഒന്നും കണ്ടില്ല. ഒരു ഹൈപ്പ് അമ്മയ്ക്ക് പോയി. അത് ഒന്നും കണ്ടില്ല. വട്ടക്കൊട്ടൊക്കെ ഉണ്ട് കേട്ടാ ധാരാളം. വട്ടക്കൊട്ട. എൻ്റെ അമ്മ ഇത് നോക്കി എടുത്ത് കയറുമ്പോ ഞാൻ തകിട് ഇനി വീഴാണാവോ. അത്യാവശ്യം നല്ല കയറ്റാ. പേര് അതിന്റെ ടോപ്പിൽ കയറിണ്ടിട്ടാ. നമ്മളും കയറും. മാമാ നമ്മൾ മലയാറ്റൂര് കയറിയതല്ലേ? അത് വെച്ച് അങ്ങോട്ട് കയറിക്കോ. ടോപ്പിലേക്കാണ് കയറാൻ പോണത്.
നമ്മളിപ്പോ ഏറ്റവും മുകളിലേക്ക് കയറുക പീച്ചിലത്തെ മുകളിൽ കയറിയിട്ടുള്ള വ്യൂ കാണിച്ചു തരാം കേട്ടോ. അടിപൊളിയാണ്. എല്ലാവരും കയറുന്നുണ്ട് പതുക്കെ പതുക്കെ. ഇച്ചിരി പാടാ, പിന്നെ മഴയായ കാരണം വഴുക്കലും ഉണ്ടല്ലോ, അപ്പൊ സൂക്ഷിച്ച് വേണം കയറാൻ. മുകളിലെത്തിയിട്ടുള്ളൊരു വ്യൂ കാണാം കേട്ടാ. രണ്ടമ്മമാരെ ഏന്തി വലിഞ്ഞു വരുന്നുണ്ട്. എന്താ തോന്നണേ രണ്ടാൾക്കും? മാമേ കിതക്കുണ്ടല്ലേ ആണേട്ടാ. ടോപ്പിലത്തെ വ്യൂ എന്ത് രസാലേ, കാറ്റും ഉണ്ട്. ആ വെള്ളം അധികം കണ്ടില്ല, പക്ഷെ ഇവിടുത്തെ വ്യൂ ഒന്ന് നോക്കി. ഏറ്റവും ടോപ്പിലത്തെ വ്യൂ ആണ്. നല്ല അടിപൊളി. നല്ല മഴക്കാരും വരുന്നുണ്ട്. ഏറ്റവും ടോപ്പിലായ തന്നെ നല്ല കാറ്റും ഉണ്ട്. അതുപോലെ തന്നെ മഴക്കാരും നല്ല വ്യൂ. എന്തായാലും ബീച്ചിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിന്റെ ടോപ്പിൽ മസ്റ്റായിട്ട് കയറണം. കപ്പിൾസിന്റെ ഫോട്ടോഷൂട്ട്. ആ അമ്മയും മോനും ഞങ്ങള് കുട്ടണില്ലേ. ഞങ്ങൾ വേഗം തന്നെ ഇറങ്ങുക, കാരണം മഴ, ചെറിയ മഴ ചാറ്റലായി. ചായ സൽക്കാരാണോ? കട്ട്ലൈറ്റ്. മുകളിൽ നല്ല ഡിസൈനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഡിസൈനും നല്ലത്. മൂട്ടയാണ്, മൂട്ട നിറച്ച് മൂട്ട. മഴക്കാലാണ്, നോക്കി ഇറങ്ങിയില്ലെങ്കിൽ എന്താ പറയാ, തലങ്കുത്തി വീഴും. നോക്കി ഇറങ്ങിയില്ലെങ്കിൽ വീഴൂല മാമേ. അങ്ങനെ അടിയിലെത്തി. ഓ, ഇതാണ് നമ്മുടെ ലില്ലിപ്പൂ. ഈ നിൽക്കുന്ന വ്യക്തി പറയാ, എബിയെ നോക്ക് നോക്ക് നോക്ക്, ഇരിക്കണത് അന്തോണിസ് മുണിയല്ല. അതെ, ഡാമിൽ വന്ന് നമ്മൾ എന്ത് കണ്ടു? അതല്ല എന്നാ ഭ്രാന്തനല്ല എന്നാ പറയണേ. നമുക്ക് പറഞ്ഞ പുള്ളിക്കാരൻ. പക്ഷെ മഴ എറിയണ രാമൻ. പൂമ്പാറ്റകള് വായ ഒരുവിധ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞു. പ്രത്യേകിച്ചൊന്നുമില്ല. ഗാർഡൻ ഉണ്ട് നന്നായിട്ട്. പിന്നെ കൊച്ചു വർത്താനങ്ങളൊക്കെ പറഞ്ഞ് നടക്കാലോ. വെള്ളമൊന്നുമില്ല ബീച്ചില്. രണ്ടും കൂടെ ഇവിടെ പരിപാടി. അയ്യോ, കുട്ടികള് മാത്രല്ല കേട്ടോ, കുട്ടിയുടെ അമ്മ ബെൽറ്റിട്ടിരിക്കുന്നുണ്ട്. അവിടെ കിടന്നു. ഇതെങ്കടാ അത് റിവറിന് നിന്റെ ബാക്കിയോ? ഹലോ, അത് ശരി. ഊഞ്ഞാലാടുന്നു. ാൻ പറ്റുമോ നോക്കാം. ഒരു ടാഗ് കിട്ടിയല്ലോ. പൊട്ടോ നോക്ക്. പൊട്ടിയാലേ വീഡിയോ ഇടാം. പൊട്ട് ആകെ പറഞ്ഞോളൂ, നമുക്ക് സാരില്ല, അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഇത് പൊട്ടില്ല. കാരണം എന്തിട്ടാന്നറിയോ? ഇതാണ് ചുണ്ണാമ്പ് കല്ല്. വേഴാമ്പലിനെ നോക്കി നിൽക്കുന്ന കാഴ്ചയാണ് കേട്ടോ അത്. ഡാമൊക്കെ കണ്ടു കഴിഞ്ഞു, പീച്ചി ഡാം. അപ്പൊ രാവിലെ 8 മണി തൊട്ട് വൈകിട്ട് 6 മണി വരെ ഇവിടെ ടിക്കറ്റ് കൊടുക്കും. 6:30-ക്കുള്ളിൽ പക്ഷെ തിരിച്ച് കയറണം കേട്ടോ. 6 മണി വരെ കൊടുക്കും. ഇപ്പൊ നേരത്തെ വരിക. ഒരു 2 മണിക്കൂർ 2.5 മണിക്കൂറൊക്കെ കാണുന്നുണ്ട്. ചുറ്റി നടന്ന് കാണേണ്ടതുണ്ട്. വെള്ളം അത് ഇതൊക്കെ പ്രതീക്ഷിച്ച് പോകുന്നു. പക്ഷെ വെള്ളം ഭയങ്കര അടുത്ത മാസം വന്നാൽ മതി. അപ്പൊ അടിപൊളി വെള്ളം കാണാം. ഒന്നുകൂടെ നന്നായിട്ട് മഴ വരുമ്പോ വന്നാ നല്ല അടിപൊളിയായിട്ട് കണ്ടുപോകാം. അത്ര ഡാം കണ്ടു കഴിഞ്ഞ് നമ്മളൊരു ചായ കുടിക്കാനായിട്ട് വന്നേക്കാം. ചായക്ക് വെയിറ്റിംഗ്. എന്റെ പൊന്നെ ലുലുല് വന്നതാ സൂചി കുത്താനായിട്ട്. സ്ഥലല്ലേ മാതിരി തിരക്ക് ലുലുല്. ഇങ്ങനെ
അന്നത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞങ്ങള് വീടെത്തി. ബൈ.